السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. وصلى الله وسلم على سيدنا محمد وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. بسم الله الرحمن الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ വേദിയിൽ ഉപവിഷ്ടരായ പണ്ഡിത ശ്രേഷ്ഠരെ, മറ്റു ഈ സ്ഥാപനത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന ബഹുമാനപ്പെട്ട സിദ്ദീഖ് ഹാജി അവറുകൾ, അതുപോലെ ഈ സ്ഥാപനത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന എനിക്ക് വളരെയേറെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഹാജി തുടങ്ങി പരിശുദ്ധമായ മജ്ലിസുൻ നൂറിൻ അസ്ഹാബുൽ മദറിന്റെ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ഈ വേദി സദസ്സിലിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇതുപോലെ നാളെ അവന്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂടി സന്തോഷിക്കുവാൻ അവൻ നമുക്കെവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റബീഉൽ അവ്വലിന്റെ ആ വസന്തത്തെ ലോകം മുഴുവൻ കാത്തിരിക്കുന്ന സമയത്തിലാണ് നാം നിലകൊള്ളുന്നത്. പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മഹിതമായ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ പൊന്നമ്പിളിയെ പ്രതീക്ഷിച്ചുകൊണ്ട് ലോകം മുഴുവൻ മണ്ണും വിണ്ണും ആ ആരവത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അതിനെ സ്വീകരിക്കാനായി കാത്തു നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച്, അവിടുത്തെ ഹബ്ബിനെ സംബന്ധിച്ച് നാം സംസാരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ യഥാർത്ഥ മുഹബ്ബീങ്ങളിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹം കൂടാതെ, അവിടുത്തെ മഹബ്ബത്ത് കൊണ്ടല്ലാതെ ഒരു മനുഷ്യനും ഇരുലോകത്തും വിജയിക്കാൻ സാധിക്കുകയില്ല. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം ഓരോരുത്തരും നമ്മുടെ മനസ്സിൽ കൈവച്ചുകൊണ്ട് ചിന്തിക്കേണ്ടതാണ്. നാം നമ്മുടെ മനസ്സിനോട് തന്നെ ചോദിക്കേണ്ടതാണ്, നാം എല്ലാവരും പരിപൂർണ വിശ്വാസിയായിട്ടുണ്ടോ? നമ്മുടെ ഈമാൻ പരിപൂർണമായിട്ടുണ്ടോ? വർഷങ്ങളായി അല്ലാഹുവിന്റെ ഭൂമിയിൽ നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മുടെ ഈമാൻ പരിപൂർണമാക്കാൻ, പരിപൂർണമായ വിശ്വാസത്തോടു കൂടി ജീവിക്കാൻ നമുക്കാർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ? നാം നമ്മുടെ
മനസ്സിനോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതല്ലേ, ഒരാളുടെയും വിശ്വാസം പരിപൂർണമാവുകയില്ല, അവനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ ഞാനാകുന്നത് വരെ എന്ന് പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതല്ലേ. നമ്മുടെ സമ്പത്തിനേക്കാളും നമ്മുടെ സന്താനങ്ങളെക്കാളും നമ്മുടെ മറ്റെല്ലാ സൗഭാഗ്യങ്ങളെക്കാളും അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പ്രിയപ്പെട്ടവരായിട്ടില്ലേ? അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ സ്നേഹം കൊണ്ട് നടക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലേ? നമ്മുടെ ഈമാൻ പരിപൂർണമല്ല, നാം പരിപൂർണ വിശ്വാസിയാവുകയില്ല. നാം നമ്മുടെ മനസ്സിനോട് ചോദിക്കേണ്ട ചോദ്യമാണ്. നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കളെല്ലാം സഹാബത്തും തബഉ താബിഈങ്ങളും തുടങ്ങുന്ന മഹത്തുക്കളാകുന്ന നമ്മുടെ മുൻഗാമികൾ നമുക്ക് മാതൃക കാണിച്ചു തന്നതല്ലയോ പരിശുദ്ധ പ്രവാചകനെ സമീപിക്കേണ്ടത് എങ്ങനെയാ? ആ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്ടം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് എങ്ങനെയാ? നാം നമ്മുടെ ഭൗതിക സുഖങ്ങളിലാണ്ടുകൊണ്ട് നമ്മുടെ സുഖങ്ങൾ തേടിക്കൊണ്ട് നാം അലഞ്ഞു പോകുമ്പോൾ ആ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാൻ, അവിടെ അർഹിച്ച സ്ഥാനം നൽകാൻ പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോകുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ മുൻഗാമികളെല്ലാം എങ്ങനെയായിരുന്നു പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടു നടന്നിരുന്നതെന്നറിയുമോ? നാം നമ്മുടെ ജീവിതത്തിൽ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങകലെ റൗളയിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ കാണുന്നുണ്ട്. നാം നന്മയാണ് ചെയ്യുന്നത്, ആ നന്മ കൊണ്ട് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്തോഷിക്കുന്നുണ്ട്. അല്ല മറിച്ച് നാം ചെയ്യുന്ന പ്രവൃത്തി തിന്മയായിട്ടുണ്ട് എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങകലെ പരിശുദ്ധ റൗള ശരീഫിൽ ഇരുന്നു കൊണ്ട് ഈ ഇരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പൊറുക്കലിനെ തേടുകയാണ്. അല്ലാഹുവേ, ഇന്നാലിന്ന് നിന്റെ അടിമ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട് റബ്ബേ, അവനിക്ക് പുറത്തു കൊടുക്കണേ. ഏതൊരു മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, ആ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സങ്കടപ്പെടുത്താൻ, അവിടുത്തേക്ക് വിഷമമുണ്ടാകുന്ന പ്രവർത്തനങ്ങളിൽ നമ്മളിൽ നിന്നുണ്ടാകുമ്പോൾ നാം അതിനെപ്പറ്റി ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? ആ പ്രവാചകനെ സങ്കടപ്പെടുത്താൻ, ആ പ്രവാചകനെ വിഷമിപ്പിക്കാൻ നമുക്കെങ്ങനെയാണ് സാധിക്കുന്നത്? അങ്ങനെ റൗള ശരീഫിലിരുന്ന് ആ പരിശുദ്ധമാകുന്ന മദീനയിലെ മണ്ണും വിണ്ണും ഒരുപോലെ സന്തോഷിക്കുന്ന, ആ പരിശുദ്ധ മദീനയിലെ മണ്ണും വിണ്ണും സ്വന്തം അഹങ്കാരം പറഞ്ഞ ആ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന, അവിടുത്തേക്ക് ഇഷ്ടമില്ലാത്ത, അവിടുത്തേക്ക് സന്തോഷമില്ലാത്ത പ്രവർത്തനങ്ങൾ നമുക്ക് എങ്ങനെയാണ് പ്രിയമുള്ളവരെ ചെയ്യാൻ സാധിക്കുന്നത്? നാം ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മുടെ ഖൽബിന്റെ രാജാവായ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പരിശുദ്ധ റൗളയിരുന്നു കൊണ്ട് കാണുന്നുണ്ട്. അല്ലാഹു അത് കാണിച്ചു കൊടുക്കുന്നുണ്ട്, ആ വിവരം അല്ലാഹുവോട് അറിയിച്ചു കൊടുക്കുന്നുണ്ട്. നാം നന്മയാണ് ചെയ്യുന്നതെങ്കിൽ ആ പരിശുദ്ധ റസൂൽ സന്തോഷിക്കുന്നു. അങ്ങനെയുള്ള ആ പരിശുദ്ധ റസൂലിനെ വേദനിപ്പിക്കാൻ, ആ പരിശുദ്ധ റസൂലിന് വിഷമമുണ്ടാകുന്ന ഒരു പ്രവൃത്തി നാം ചെയ്യാൻ നമുക്കെങ്ങനെയാണ് സാധിക്കുന്നത്? നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കളൊക്കെ അതവരുടെ ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധിച്ചവരായിരുന്നു. മഹാന്മാരാകുന്ന സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തിരിക്കുമ്പോൾ അവരുടെ ഇരുത്തം എങ്ങനെയാണെന്ന് മഹാന്മാർ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. ഒരക്ഷരം ഉരിയാടാതെ, ശബ്ദമുണ്ടാക്കാതെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ആദരങ്ങളിൽ നിന്ന് തുടിമുത്തുകൾ പെറുക്കിയെടുത്തുകൊണ്ട് അതിനുദാവനം ചെയ്തുകൊണ്ട് ജീവിച്ചിരുന്ന അനുചരവൃത്തങ്ങളുടെ ചരിത്രം മഹാന്മാർ പറഞ്ഞു തരുന്നുണ്ട്. അവരിയ്ക്കുമ്പോൾ അവരുടെ തലയിൽ പക്ഷിയിരിക്കുന്നത് പോലെ ഒരു ശബ്ദവും ഉണ്ടാക്കാതെ പരിശുദ്ധ റസൂലിനെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും അവർ. ഒരു സഹാബിവര്യന്റെ ചരിത്രം മഹാന്മാർ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അറിയാതെ ഒരു സ്ത്രീയെ നോക്കിപ്പോയതിന്റെ പേരിൽ, അറിയാതെ ഒരു സ്ത്രീയെ നോക്കിപ്പോയി ഒരു സ്ത്രീയുടെ ശരീരം കണ്ടുപോയതിന്റെ പേരിൽ അല്ലാഹുവിന്റെ റസൂലിനെങ്ങാനും എന്റെ കാര്യത്തിൽ വഹി
വഹി ഇറങ്ങുമോ? എന്റെ തെറ്റ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വെളിവാക്കപ്പെടുമോ? പരിശുദ്ധ റസൂൽ ഞാൻ ചെയ്ത തെറ്ററിയുമോ എന്ന് പേടിച്ചുകൊണ്ട് അദ്ദേഹം അതാ നാട് വിട്ടു പോവുകയാണ്, മലമുകളിലേക്ക് കയറി പോവുകയാണ്. ആ മലമുകളിൽ കയറിക്കൊണ്ട് ദിവസങ്ങളോളം മാസങ്ങളോളം അവിടെ കഴിച്ചു കൂട്ടുകയാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് എനിക്കെങ്ങനെയാണ് പോകാൻ സാധിക്കുക? ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് തെറ്റ് ചെയ്തു പോയല്ലോ, എനിക്ക് തെറ്റ് സംഭവിച്ചു പോയല്ലോ. ഈ തെറ്റ് ചെയ്തുകൊണ്ട് ഞാൻ എങ്ങനെയാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ സാധിക്കുക? പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റ് ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോൾ നാളെ മഹ്ശറ വൻസഭയിൽ ആരാരുമില്ലാത്ത സമയത്ത് ആ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നമ്മൾ പരിചയം വേണ്ടേ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് കൊണ്ടല്ലാതെ, അവിടുത്തെ ശുപാർശ കൊണ്ടല്ലാതെ നമുക്ക് നാളെ രക്ഷപ്പെടാൻ സാധിക്കാത്ത അവസരത്തിൽ നാം നമ്മുടെ തെറ്റിന്റെ കൂമ്പാരവുമായി പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ചെന്ന് നിന്നാൽ ആ പരിശുദ്ധ റസൂൽ നമ്മോട് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? പ്രിയമുള്ളവരെ, നാം അതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഒരു തെറ്റ് വരുമ്പോൾ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ ഖൽബിന്റെ രാജാവായ, ലോകത്തിന് മുഴുവൻ അനുഗ്രഹമായി അയക്കപ്പെട്ടവരായ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഭൂമുഖത്തേക്ക് എനിക്ക് എങ്ങനെയാണ് നോക്കാൻ സാധിക്കുക എന്നാലോചിച്ചിട്ടുണ്ടോ? പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം നമ്മുടെ കണ്ണുകൊണ്ടൊരു തെറ്റ് ചെയ്യുമ്പോൾ ഈ കണ്ണുകൊണ്ട് പരിശുദ്ധ റസൂലിനെ കാണാൻ സാധിക്കുമോ? ഈ കണ്ണുകൊണ്ട് പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ പുഞ്ചിരിക്കുന്ന ഭൂമുഖം, പൗർണമിയേക്കാൾ ചന്തമുള്ള, ലോകത്തെ ഏറ്റവും കൂടുതൽ സൗന്ദര്യത്തിനുടമയായ ആ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുഞ്ചിരിക്കുന്ന ഭൂമുഖം കാണാൻ എനിക്ക് എൻ്റെ ഈ കണ്ണുകൊണ്ട് സാധിക്കുമോ? ഒരുപാട് തെറ്റുകൾ ചെയ്ത കണ്ണല്ലേ എൻ്റെ കണ്ണ്. ആ ശുദ്ധ റസൂലിനെ കാണാൻ സാധിക്കുമോ? നമ്മുടെ മനസ്സിലൂടെ ഈ ചിന്തകൾ കടന്നു പോകണം. പ്രിയമുള്ളവരെ, നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കളൊക്കെ അതിനെ വളരെയധികം അവരുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചവരായിരുന്നു. എന്നാൽ നമുക്കങ്ങനത്തെ ചിന്തകൾ കടന്നു വരാറില്ല. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും കണ്ടുകൊണ്ട് പരിശുദ്ധ റൗള ശരീഫിലിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഇല്ലാതാക്കാൻ ആ പരിശുദ്ധ റസൂലിനെ സങ്കടപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ നമ്മിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ എന്തേ നമുക്ക് സാധിക്കുന്നില്ല? പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ മനസ്സിൽ സദാസമയം കടന്നു വരേണ്ട ചിന്തയാണ് പരിശുദ്ധമായ റബീഉൽ അവ്വൽ കടന്നു വരാനിരിക്കുമ്പോൾ ആ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് അവിടുത്തെ അവദാനങ്ങൾ പാടി പറഞ്ഞുകൊണ്ട് നാം സന്തോഷിപ്പിക്കുമ്പോൾ ആ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സങ്കടമുണ്ടാകുന്ന, പരിശുദ്ധ റസൂലിന് വിഷമമുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. അതിനെ മാറ്റി നിർത്താൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നാം നമ്മുടെ കൈ കൊണ്ടെത്ര തെറ്റ് ചെയ്തു പോയി, നമ്മുടെ കണ്ണ് കൊണ്ടെത്ര തെറ്റ് ചെയ്തു പോയി, നമ്മുടെ കാല് കൊണ്ടെത്ര തെറ്റ് ചെയ്തു പോയി. നാളെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ അവയവങ്ങൾ കൊണ്ട് സമീപിക്കാൻ നമുക്കങ്ങനെ കഴിയുക? പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഹൃദയം പിടയ്ക്കുന്നു യാ റസൂലല്ലാഹ്, ഇനിയും പാപമാലെ നടത്തിയിടല്ല, ഇവനൊരു തൗബ തരുമോ യാ ശഫീഅല്ലാഹ്, ഇനിയും പാപമാലെ നടത്തിയിടല്ല. മുഅ്മിനീങ്ങളെ, ഒരുപാട് തെറ്റുകൾ ചെയ്തുകൊണ്ട് തെറ്റുകളുടെ കൂമ്പാരം പേറിക്കൊണ്ട് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പരിശുദ്ധമായ സന്നിധിയിൽ നമുക്ക് എങ്ങനെ ചെല്ലാൻ സാധിക്കും? നാം നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രവർത്തനങ്ങളെയും എടുത്ത് പരിശോധിക്കേണ്ടതുണ്ട്. മഹാന്മാരാകുന്ന സ്വഹാബത്ത് അവരുടെ ജീവിതത്തിൽ എത്രത്തോളമാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിഗണിച്ചത്. അവാബത്തിന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുണ്ടായിരുന്ന സ്നേഹം എത്രത്തോളമായിരുന്നു. ആ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളോടും അവർക്ക് ഇഷ്ടമായിരുന്നു, അവർക്ക്
ആദരവായിരുന്നു. ആ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ ഏതൊരു വസ്തുവാണെങ്കിലും അതിനെ ആദരിക്കാൻ, അതിന് വേണ്ട പരിഗണന കൊടുക്കാൻ മഹാന്മാരാകുന്ന സ്വഹാബത്ത് തയ്യാറായിരുന്നു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അനാകുന്ന ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ബിദായത്തു വന്നിഹായിൽ വിശദീകരിക്കുന്നുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ സമീപത്തൂടെ കടന്നു പോവുകയാണ്. അങ്ങനെ അബ്ബാസ് അൻഹുവിന്റെ വീടിന്റെ സമീപത്ത് പോയപ്പോൾ അവിടെ അതാ മഹാനവറുകളുടെ വീട്ടിൽ നിന്ന് ഒരു മഴവെള്ളം പോകാനുള്ള പാത്തി ഇങ്ങനെ റോഡിലേക്ക് ചാഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതിനെ ഒരൽപ്പം മാറ്റിവെക്കുകയാണ്. അതുണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് മാറ്റിക്കൊണ്ട് ഒരൽപ്പം അപ്പുറത്തേക്ക് വെക്കുകയാണ്. അപ്പോൾ മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് ചോദിക്കും, അല്ലയോ തങ്ങളെ, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈ കൊണ്ട് സ്ഥാപിച്ചതാണ് ഈ പാത്തി ഇവിടെ, അത് മാറ്റാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അത് കേട്ടപാടെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഞാനതറിഞ്ഞില്ലല്ലോ പ്രിയമുള്ള അബ്ബാസ് തങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനാകുന്ന അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിക്കൊണ്ട് അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനുള്ള ചവിട്ടുപടിയായി നിന്ന് കൊടുത്തുകൊണ്ട് ആ പാത്തി പഴയപടി ആക്കി വെക്കുകയാണ്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ഥാപിച്ച അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈ കൊണ്ട് ആ വെച്ചിട്ടുള്ളതായ ഒരു വസ്തുവിന് അതിന്റെ സ്ഥാനം മാറ്റാൻ പോലും അവർ തയ്യാറായിരുന്നില്ല. അത്രത്തോളം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുക്കളെയും ആദരിച്ചിരുന്ന, എല്ലാത്തിനോടും പ്രകടിപ്പിച്ചവരായിരുന്നു മഹാന്മാരാകുന്ന സ്വഹാബത്ത്. മഹാനാകുന്ന ഇബ്നു അസാകിർ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ താരീഖ് ദിമഷ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖാദിമായിരുന്ന ഒരാളുടെ ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേര് അസ്ലഅ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാഹനത്തെ റെഡിയാക്കി നിർത്തുന്ന ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എങ്ങോട്ടും പുറയാത്ര പോകാനുണ്ടെങ്കിൽ വിശുദ്ധ റസൂലിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആ പരിശുദ്ധ പ്രവാചകന്റെ വാഹനത്തെ റെഡിയാക്കി കൊടുക്കുന്ന സഹാബിയാണ്. അവിടുത്തെ ഖാദിമായി ഒരുപാട് കാലം ജീവിച്ച മഹാനാണ്. അങ്ങനെ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബ്ഹിക്ക് എഴുന്നേറ്റുകൊണ്ട് അദ്ദേഹത്തോട് തന്റെ വാഹനം റെഡിയാക്കാൻ ആവശ്യപ്പെടുകയാണ്. ഇന്നൊരു പ്രധാനപ്പെട്ട യാത്രയുണ്ട്, വാഹനം റെഡിയാക്കണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ്. പക്ഷേ അദ്ദേഹം റെഡിയാക്കുന്നില്ല. അദ്ദേഹം പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാഹനമാകുന്ന നബി തങ്ങളുടെ ഒട്ടകത്തെ സമീപിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. മറ്റൊരു സഹാബിയെ വിളിച്ചുകൊണ്ട് വാഹനം റെഡിയാക്കി കൊടുക്കാൻ ആവശ്യപ്പെടുകയാണ്. പിന്നീട് അത് കഴിഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ, എന്തേ അസ്ലഅ, നീ എന്റെ വാഹനം റെഡിയാക്കാതിരുന്നത്? ഞാൻ വാഹനം റെഡിയാക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ നിങ്ങൾ എന്താണ് അതിന് മുതിരാതിരുന്നപ്പോൾ? പ്രിയമുള്ളവരെ, മഹാനായ അസ്ലഅ തങ്ങൾ പറഞ്ഞ മറുപടി നാം മനസ്സിരുത്തി ആലോചിക്കണം. അദ്ദേഹം പറയുകയാണ്, പരിശുദ്ധ പ്രവാചകരെ, ആ രാത്രിയിൽ ഞാൻ ഉറങ്ങിപ്പോയപ്പോൾ എനിക്ക് ജനാബത്തുണ്ടായി. ശുദ്ധിയില്ലാതെ അങ്ങയുടെ വാഹനത്തെ സമീപിക്കാൻ, അങ്ങയുടെ പരിശുദ്ധമായ വാഹനത്തെ റെഡിയാക്കാൻ എന്റെ മനസ്സ് സമ്മതിച്ചില്ല. ശുദ്ധിയില്ലാതെ അങ്ങിരിക്കുന്ന വാഹനത്തെ റെഡിയാക്കാൻ, അതിനെ സ്പർശിക്കാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്വഹാബി വരൻ അവിടുത്തെ ആദരവ് പ്രകടിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഞ്ചരിച്ചിരുന്ന, നബി തങ്ങൾ യാത്ര ചെയ്തിരുന്ന ആ വാഹനത്തിന് പോലും സ്വഹാബത്ത് നൽകിയിരുന്ന പരിഗണന എത്രയാണ്! മുഅ്മിനീങ്ങളെ, നാം പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴും ആ പരിശുദ്ധ റസൂലിനോടുള്ള സ്നേഹം നമ്മുടെ തോളമുണ്ടെന്ന് നാം ആലോചിക്കണം. യഥാർത്ഥത്തിൽ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹമെന്ന് പറയുമ്പോൾ അവിടുത്തെ സുന്നത്തുകളെ വിശുദ്ധമായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ആ പാതയെ, ആ ചര്യയെ പിൻപറ്റുക എന്നതാണ്.
എന്നാൽ ആ പരിശുദ്ധ റസൂലിനോടുള്ള സ്നേഹം ആ സുന്നത്ത് പിൻപറ്റുന്നതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആ പരിശുദ്ധ റസൂലിനോടുള്ള പ്രണയം, ആ പരിശുദ്ധ റസൂലിനോടുള്ള സ്നേഹം അതൊരു വേറെ തന്നെയാണ്. ആ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ കടന്നു കഴിഞ്ഞാൽ, അവന്റെ മനസ്സിൽ ആ പരിശുദ്ധ റസൂലിനോടുള്ള യഥാർത്ഥ സ്നേഹം പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന്റെ മനസ്സിന് വല്ലാത്ത പ്രകാശമാണ്, അവന്റെ മനസ്സിന് വല്ലാത്ത പ്രകാശമാണ്. ഈ ദുനിയാവിന്റെ മ്ലേച്ഛമായ തെറ്റുകളിൽ അവൻ അകപ്പെടുകയില്ല. അവന്റെ പരിശുദ്ധമാകുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ റിസാലത്തിന്റെ നൂർ അവന്റെ മനസ്സിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനിക്ക് പ്രയാസങ്ങളില്ല, പ്രതിബന്ധങ്ങളില്ല. മഹാന്മാരാകുന്ന ഇമാമിങ്ങൾ നമുക്ക് ആ മഹബ്ബത്തിന്റെ പല അടയാളങ്ങളും നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. മഹാനായ ശൈഖുൽ ഇസ്ലാം ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ പ്രസിദ്ധമായ അശ്ശിഫ എന്ന ഗ്രന്ഥത്തിൽ, അശ്ശിഫ ബിതഅരീഫി ഹുഖൂഖിൽ മുസ്തഫ എന്ന ഗ്രന്ഥത്തിൽ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി തങ്ങളോട് മഹബ്ബത്തുള്ള, അവിടുത്തോട് യഥാർത്ഥ സ്നേഹമുള്ള ആളുകളുടെ അടയാളങ്ങൾ എണ്ണി എണ്ണി വിശദീകരിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നു, ഒരു അടയാളമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട ഏതൊരു വസ്തുവുണ്ടോ, ഏതൊരു കാര്യമുണ്ടോ അതിനോടവനിക്ക് ഇഷ്ടമായിരിക്കും, അതിനെ സ്നേഹിക്കാൻ അവൻ റെഡിയായിരിക്കും. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട എന്ത് കാര്യമാണെങ്കിലും അവനക്ക് അതിനോട് വല്ലാത്ത താല്പര്യമായിരിക്കും, അത് ചെയ്യാൻ വലിയ ഉത്സാഹമായിരിക്കും. പരിശുദ്ധമായ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോൾ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് അവിടുത്തെ ചരിത്രങ്ങളായ വിറക്കിക്കൊണ്ട് നാം മൗലിദ് പാരായണം ചെയ്യുമ്പോൾ പരിശുദ്ധ റസൂലിനോട് യഥാർത്ഥ മഹബ്ബത്തുള്ള, പരിശുദ്ധ റസൂലിനെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന മനുഷ്യനാണെങ്കിൽ അവനിക്ക് ആ മൗലല്ലാത്ത പ്രിയമായിരിക്കും. മൗലിദിൽ പങ്കെടുക്കാൻ വലിയ ആവേശമായിരിക്കും. കാരണം പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അപദാനങ്ങൾ വാഴ്ത്തി പറയുന്ന പരിശുദ്ധമായ മൗലിദിന്റെ സദസ്സാണല്ലോ ഇത്. അതിൽ പങ്കെടുക്കാൻ അവർക്ക് വലിയ ആവേശമായിരിക്കും, അവർക്ക് വല്ലാത്ത സന്തോഷമായിരിക്കും. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നബിദിനം ആഘോഷിക്കാൻ അതിനു വേണ്ട പ്രവർത്തനം അവൻ മുൻപന്തിയിലുണ്ടാകും. അവന്റെ മനസ്സിനത് വല്ലാത്ത സന്തോഷമായിരിക്കും. കാരണം പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന്റെ നേതാവിന്റെ ജന്മദിനമാണല്ലോ. അതിന് എനിക്കെന്തെങ്കിലും ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിട്ട് എന്റെ ജീവിതം കൊണ്ട് എന്തർത്ഥമാണുള്ളത്? ആ പരിശുദ്ധ റസൂലിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് എന്തർത്ഥമാണുള്ളത്? ആ പരിശുദ്ധ റസൂലുമായി ബന്ധപ്പെട്ട ഏത് കാര്യത്തിലും അവനക്ക് വല്ലാത്ത താല്പര്യമായിരിക്കും, അതിനോട് വല്ലാത്ത മഹബ്ബത്തായിരിക്കും. അതിന്റെ ഭാഗമാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പകർന്നു തന്ന, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് കൈമാറി തന്നിട്ടുള്ള പരിശുദ്ധമായ ഇൽമിനോടുള്ള ഹുബ്ബ് എന്ന് പറയുന്നതും മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ വിശദമായത് പ്രതിപാദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ നാട്ടുകാർക്ക് ഇൽമിനോടുള്ള സ്നേഹം, അവർക്ക് ഇൽമിന് മഹത്വം, മഹബ്ബത്ത് നമുക്ക് പറഞ്ഞറിയിക്കേണ്ടതില്ല. ദീർഘകാലം വർഷങ്ങളായി ദർസ് നടന്നു വരുന്ന ഈ നാട്ടിൽ മുത്തഅല്ലിമീങ്ങളോട് വല്ലാത്ത ഇഷ്ടം പ്രകടിപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നൽകിക്കൊണ്ട് ഭക്ഷണമായാലും വസ്ത്രമായാലും എന്ത് സൗകര്യങ്ങൾക്കും മടിയില്ലാതെ ആവേശത്തോടെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊളുത്തിവെച്ച ആ ഇൽമിന്റെ പ്രകാശം കെടാതെ സൂക്ഷിക്കാൻ വേണ്ടി സഹായിക്കുന്ന നല്ലവരായ മുഅ്മിനീങ്ങൾ, അല്ലാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം ഗ്രഹിക്കട്ടെ. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു നടക്കാതെ ആ സ്നേഹം യഥാർത്ഥത്തിൽ മനസ്സിൽ ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എല്ലാ ചലനങ്ങളും നിരീക്ഷിച്ചുകൊണ്ട് അവിടുത്തേക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തിരുന്ന സ്വഹാബത്ത്, അവർക്ക് അവരുടെ എല്ലാത്തിനേക്കാളും പരിശുദ്ധ റസൂലിനോടായിരുന്നു സ്നേഹമുണ്ടായിരുന്നത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു യുദ്ധത്തിൽ അക്രമം സംഭവിച്ചു എന്ന് കേട്ടപ്പോൾ, നബി തങ്ങൾക്ക് പരുക്ക് പറ്റിയെന്ന് കേട്ടപ്പോൾ, അൻസാരിയായ ഒരു സ്വഹാബി വനിതയുണ്ടല്ലോ, അവരുടെ ഭർത്താവും സഹോദരന്മാരും മക്കളുമായ യുദ്ധത്തിൽ ഷഹീദായി എന്ന വാർത്ത അവർ അറിഞ്ഞിരുന്നു. പക്ഷേ അവരതിനെ ഗൗനിച്ചതില്ല. തന്റെ ഭർത്താവിന് എന്ത് സംഭവിച്ചു എന്ന് നോക്കാൻ അവർ പോയില്ല. തന്റെ സഹോദരൻ എന്ത് സംഭവിച്ചു എന്ന് നോക്കാൻ അവർ പോയില്ല. തന്റെ മക്കൾ സംഭവിച്ചു എന്ന് നോക്കാൻ അവർ പോയില്ല. അവർ ചോദിച്ചതെന്തെന്നറിയുമോ? പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടെയാണ്? എന്റെ റസൂലിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? എന്റെ റസൂലിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് ആ സ്ത്രീ അങ്ങനെ യുദ്ധക്കളത്തിലൂടെ ഓടി നടക്കുകയാണ്. അങ്ങനെ സ്വഹാബത്ത് കാണിച്ചു കൊടുത്തു, ഇല്ല, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ മദാനമില്ല, എനിക്ക് എന്റെ റസൂലിനെ ഒന്ന് കാണണം, ആ പരിശുദ്ധ പ്രവാചകനെ എനിക്കൊന്ന് കാണിച്ചു തരണം, അദ്ദേഹത്തിനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്നുകൊണ്ട് പരിശുദ്ധ റസൂലിന് ഒന്നും പറ്റിയിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുറപ്പായപ്പോഴാണ് ആ സ്വഹാബി വനിതയ്ക്ക് ആശ്വാസമായത്, ആവശ്യമായത്. തന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടിട്ടും സഹോദരനും മക്കളുമായ യുദ്ധത്തിൽ ഷഹീദായിട്ടും അവർക്ക് പരാതിയില്ല, അവർക്ക് പ്രയാസമില്ല. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒന്നും പറ്റിയിട്ടില്ല എന്ന വാർത്ത അറിഞ്ഞതോടെ അവർക്കെല്ലാം സന്തോഷമായി. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സദാസമയം കണ്ടുകൊണ്ടിരിക്കാൻ, ആ പരിശുദ്ധമാകുന്ന പൂമുഖത്തേക്ക് നോക്കിയോടുള്ള ഇഷ്ടം പ്രകടിപ്പിച്ചവരായിരുന്നു മഹാനായ സ്വഹാബത്ത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ദീർഘകാലം സേവനം ചെയ്ത മറ്റൊരു സ്വഹാബിയാണ് തൗബാൻ റളിയല്ലാഹു അൻഹു. ഒരു ദിവസം പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരാവശ്യത്തിന് വേണ്ടി പുറത്തു പോവുകയാണ്. പക്ഷേ കുറെ സമയം കഴിഞ്ഞിട്ടും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നില്ല. പരിശുദ്ധ റസൂൽ തിരികെ വരാത്തത് കണ്ടപ്പോൾ തൗബാൻ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ വേവലാതിയായി. റസൂലിന്റെ തിരികെ വരാത്തത് ഒരുപാട് സമയമായല്ലോ പോയിട്ട്. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുറെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ തൗബാൻ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തുള്ള സങ്കടം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചറിയുകയാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, അല്ലയോ തൗബാൻ, നിങ്ങളുടെ മുഖത്ത് വല്ലാത്ത പ്രയാസോ, എന്ത് സംഭവിച്ചു പോയി? ഇപ്പോൾ മഹാനാകുന്ന തൗബാൻ റളിയല്ലാഹു അൻഹു മറുപടി പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ പുറത്തുപോയി ഒരുപാട് സമയമായിട്ടും തിരിച്ചു വരാതായപ്പോൾ എന്റെ മനസ്സ് വല്ലാതെ സങ്കടപ്പെട്ടു പോയി, എനിക്ക് വല്ലാത്ത വിഷമം വന്നു പോയി. കാരണം എന്തെന്നറിയുമോ? ഈ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറച്ച് സമയം പോലും പിരിഞ്ഞിരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല എങ്കിൽ നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗ്ഗത്തിൽ പ്രവാചകരെ അങ്ങ് ഉയർന്ന തട്ടിലായിരിക്കുമല്ലോ, അങ്ങേറ്റവും ഉയർന്ന സ്വർഗ്ഗത്തിലെ ഉന്നതമായ ഹൈ ക്ലാസ്സിലായിരിക്കുമല്ലോ. ആ സമയത്ത് ഞങ്ങളെല്ലാം താഴ്ന്ന തട്ടിലിരിക്കുമ്പോൾ ആ പരിശുദ്ധ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങയുടെ പൂമുഖം കണ്ടിരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ലല്ലോ എന്നോർത്തുകൊണ്ട് ഞാൻ സങ്കടപ്പെട്ടതാണ്. അപ്പോഴാണ് പരിശുദ്ധ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു വഹി ഇറക്കി കൊടുക്കുന്നത്. മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അതാ പരിശുദ്ധ വഹയിന്റെ സന്ദേശവുമായി ഇറങ്ങി വരികയാണ്. വമൻ യുതിഇല്ലാഹ വറസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും വഴിപ്പെട്ടുകൊണ്ട് അവരെ ബഹുമാനിച്ചുകൊണ്ട് അവർക്ക് വഴിപ്പെട്ടുകൊണ്ട് ജീവിച്ചവരാണെങ്കിൽ അവർ അല്ലാഹു അനുഗ്രഹിച്ച പ്രവാചകന്മാരോട് സ്വാലിഹീങ്ങളോട് സിദ്ദീഖീങ്ങളോട് കൂടെയായിരിക്കും അവർക്ക് സ്വർഗ്ഗത്തിൽ സ്ഥാനമുണ്ടാവുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി ഇറക്കി കൊടുക്കുകയാണ്. ഈ പരിശുദ്ധ സ്വഹാബി പരാതി പറഞ്ഞ സമയത്ത് പ്രിയമുള്ളവരെ, ആ പരിശുദ്ധ സ്വഹാബത്തി എത്രത്തോളമായിരുന്നു സ്നേഹിച്ചിരുന്നത്, അവർ നൽകിയിരുന്ന ആദരവ് എത്രത്തോളമായിരുന്നു. ആ പരിശുദ്ധ റസൂലിനെ
അവർ സ്നേഹിച്ചതുപോലെ, അവർ നൽകിയ ആദരവോടെ നമുക്ക് ആദരിക്കാൻ സാധിക്കുന്നുണ്ടോ? ആ പരിശുദ്ധ റസൂലിന് ഖിദ്മത്താൻ വേണ്ടി, സേവനം ചെയ്യാൻ വേണ്ടി ആ സ്വഹാബത്ത് മത്സരിക്കുകയായിരുന്നു. എന്തെങ്കിലും ഒരു അവസരം കിട്ടിയാൽ ആ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സേവനത്തിന് വേണ്ടി അവർ എല്ലാം വിട്ടേച്ചുകൊണ്ട് അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുമായിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ ആ പരിശുദ്ധ റസൂലിനെ സേവനം ചെയ്യാൻ, ആ പരിശുദ്ധ റസൂലിന് ഖിദ്മത്ത് ചെയ്യാൻ നമുക്ക് സാധിക്കുമോ? നമുക്ക് അവസരമുണ്ടോ? മഹാന്മാരാകുന്ന ഇമാമികൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. അവർ അതിനെ വിശദീകരിച്ച് നമുക്ക് പറഞ്ഞു തരുന്നു. ആ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്തുകൊണ്ട്, അവിടുത്തെ പ്രകീർത്തിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തോടുള്ള ഖിദ്മത്ത് സാധിക്കുമെന്നാണ് മഹാനാകുന്ന ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ബുർദയിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഖദംതുഹു ബിമദീഹി അസ്തഖീലു ബിഹി. ആ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറഞ്ഞുകൊണ്ട്, അവിടുത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞാൻ അവർക്ക് ഖിദ്മത്ത് ചെയ്തു. അതുകൊണ്ട് ഞാൻ അല്ലാഹുവിനോട് എൻ്റെ പാപങ്ങൾ പുറത്തു തരാൻ, എൻ്റെ പാപങ്ങൾ കഴുകിക്കളയാൻ അല്ലാഹുവിനോട് ഞാൻ ആവശ്യപ്പെടുന്നു തേഞ്ഞുകൊണ്ട് മഹാനാകുന്ന ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി പരിശുദ്ധമായ ബുർദയിൽ പാടുന്നുണ്ട്. അതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി ആ ബുർദയുടെ ശറഹിൽ ഒരു മനുഷ്യൻ, ഒരു മുഅ്മിനിന് അവന്റെ പാപങ്ങൾ പൊറുപ്പിക്കാൻ, അവന്റെ പാപങ്ങൾ കഴുകിക്കളയാൻ അവൻ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് കൊണ്ട്, അവിടുത്തെ പ്രകീർത്തനങ്ങൾ കൊണ്ട് സാധിക്കും. അത് അവനക്ക് അതിന് അത്യാവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ശൈഖുൽ ഇസ്ലാം ഇബ്നു ഹജർ ഹൈതമി അലൈഹി അവിടുത്തെ ആ ബുർദയുടെ ശറഹിൽ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആ പരിശുദ്ധ റസൂലിനെ സ്നേഹിക്കുന്നു, ആ പരിശുദ്ധ റസൂലിനെ ആദരിക്കുന്നു എന്ന് പറയുമ്പോഴും, ആ പരിശുദ്ധ റസൂലിനോടുള്ള അവിടുത്തെ മദ്ഹുകൾ പാടി പറയുമ്പോഴും, ആ പരിശുദ്ധ റസൂലിനെ കാണാനുള്ള ഒരു അവസരം, ആ കാണാനുള്ള ഒരു ആഗ്രഹം ഏതൊരു മുഹിബിന്റെയും ഏതൊരു ആശിഖിന്റെയും മനസ്സിലുണ്ടാകുന്ന ആഗ്രഹമാണ്. ആ പ്രവാചകനെ കാണാനുള്ള ആഗ്രഹം യഥാർത്ഥത്തിൽ ഉത്ഭവിച്ചിട്ടുണ്ടോ? പരിശുദ്ധമാകുന്ന റസൂലിന്റെ ആ പുഞ്ചിരിക്കുന്ന പൂമുഖം കണ്ടുകൊണ്ട് പരിശുദ്ധമാകുന്ന സഹാബത്തെല്ലാം സന്തോഷം പ്രകടിപ്പിച്ചപ്പോൾ, അവർ സന്തോഷിച്ചപ്പോൾ, പാപികളാകുന്ന, പാപങ്ങൾ പേറി നടക്കുന്ന നമുക്ക് ആ പരിശുദ്ധ റസൂലിന്റെ പുഞ്ചിരിക്കുന്ന പൂമുഖം കിനാവിലെങ്കിലും നമുക്ക് കാണാൻ സാധിക്കണ്ടേ? മഹാനാകുന്ന ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു ചരിത്രം നാം കേട്ടിട്ടില്ലേ? പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാനായി ഒരുപാട് ആഗ്രഹിച്ച മഹാനാണ്. ഒരുപാട് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്നാ പുഞ്ചിരിക്കുന്ന പൂമുഖം കാണണമെന്ന് ഒരുപാട് ആഗ്രഹവും മനസ്സിൽ പേറിക്കൊണ്ട് നടന്ന മഹാനാണ്. പക്ഷേ അദ്ദേഹത്തിന് സാധിച്ചില്ല. അദ്ദേഹത്തിന്റെ കൂടെയുള്ള നാട്ടുകാരെല്ലാം പരിശുദ്ധ റസൂലിനെ കാണാൻ പോകുന്നു. പരിശുദ്ധ റസൂലിന്റെ അവസാന ദിനങ്ങളിൽ അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ പരിശുദ്ധ റസൂലിനെ കാണാനായി യാത്ര തിരിച്ചപ്പോൾ ഉവൈസുൽ ഖർനിയുടെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ പോരുന്നുണ്ടോ? ഞങ്ങൾ പരിശുദ്ധ റസൂലിന്റെ അടുത്തേക്ക് പോവുകയാണ്. പക്ഷേ മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു അവരോട് പറയുകയാണ്, എന്റെ മനസ്സിൽ വല്ലാത്ത ആഗ്രഹമുണ്ട്. ആ പരിശുദ്ധ റസൂലിനെ ഒന്ന് കാണാൻ എന്റെ മലാതെ വെമ്പൽ കൊള്ളുന്നുണ്ട്. പക്ഷേ എന്റെ രോഗിയായ ഉമ്മയെ വിട്ടേച്ചുകൊണ്ട്, അവരെ ഇവിടെ തനിച്ചാക്കിക്കൊണ്ട് എനിക്ക് പോരാൻ സാധിക്കില്ല. ആ ഉമ്മക്ക് ഖിദ്മത്ത് ചെയ്യാൻ ഒരാളില്ലാതെ ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ കൂടെ വരിക എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പറഞ്ഞേക്കുകയാണ്. ആ കൂടെയുള്ളവരെല്ലാം പരിശുദ്ധ റസൂലിന്റെ നാട് ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു, പരിശുദ്ധ വഫാത്തായിരിക്കുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ മഹാനാകുന്ന ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു തന്റെ ഉമ്മയുടെ കാൽച്ചുവട്ടിൽ ഇരുന്നു കൊണ്ട് പൊട്ടി പൊട്ടി കരയുകയാണ്. പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട്, നിങ്ങൾക്ക് രോഗം വന്നതിന് അതിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി നിങ്ങളോടടുത്ത് ഇരുന്നത് കൊണ്ട്, നിങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്തിരുന്നത് കൊണ്ട്, ആ പരിശുദ്ധ റസൂലിനെ
കാണാൻ എനിക്ക് സാധിച്ചില്ലല്ലോ. ആ പരിശുദ്ധ റസൂലിനെ കാണാൻ, ആ പൂമുഖം ഒന്ന് നേരിൽ കാണാൻ എനിക്കല്ലോ. പ്രിയമുള്ളവരെ, ആ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കിനാവിലെങ്കിലും ഒന്ന് കാണാൻ നമുക്ക് സാധിക്കണ്ടേ? നാം എത്ര കാലമായി പരിശുദ്ധ റസൂലിന്റെ ഉമ്മത്തിൽപ്പെട്ട ആളാണെന്ന് പറഞ്ഞ് ആ പരിശുദ്ധ റസൂലിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ റസൂലിനോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് നടക്കുന്നു. ആ പുഞ്ചിരിക്കുന്ന പൂമുഖം ലോകം പോലും സൂര്യൻ പോലും സർവ്വതും നാണിച്ചു പോയ ആ സൗന്ദര്യത്തിന്റെ മരണമായ പരിശുദ്ധ റസൂലിന്റെ പൂമുഖം കാണാൻ നമുക്കെന്തേ സാധിക്കാത്തത്? നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ നമുക്കതിന് സാധിക്കുമോ? മഹാന്മാരാകുന്ന ഇമാമിങ്ങൾ എത്രയാണ് അതിനു വേണ്ടി ആഗ്രഹിച്ചത്? നാം എത്ര സമ്പാദിച്ചു, എത്ര പൈസ ഉണ്ടാക്കി, ഒരുപാട് നേടിയെടുത്തു. പക്ഷേ ആ പരിശുദ്ധ റസൂലിനെ ഒന്ന് കാണാൻ നമുക്ക് സാധിച്ചോ? പുന്നാര നബിയെ ഞാൻ കാണുന്നതെന്ന്, പുന്നാര റൗളയിൽ പോകുന്നതെന്നാണ്, പൂമാനം വീശുന്ന റൗള ശരീഫൊന്ന് കാണുന്നതെന്നാണ്, ഹൃദയം തൂകുന്നതെന്നാണ്. പ്രിയമുള്ളവരെ, ആ പരിശുദ്ധ റസൂലിനെ സ്നേഹിക്കുന്ന തോടി യഥാർത്ഥത്തിൽ ഇഷ്ക് വെക്കുന്ന ഏതൊരാളുടെ മനസ്സിനും ഉണ്ടാകേണ്ട ആഗ്രഹമാണ് പരിശുദ്ധ റസൂലിനെ ഒന്ന് കാണാൻ, കിനാവിലെങ്കിലും ആ പൂമുഖം ഒന്ന് കണ്ടുകൊണ്ട് മരിക്കാൻ സാധിക്കണമെന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോൾ ആ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന നമുക്ക് ഒരു പുതിയ തീരുമാനമെടുക്കാൻ സാധിക്കണം. ആ റസൂലിനോട് കൂടുതൽ സ്നേഹമുണ്ടാകാൻ, അവിടുത്തെ പറ്റി കൂടുതൽ പഠിക്കാൻ നമുക്ക് സാധിക്കണം. അവിടുത്തെ ചരിത്രങ്ങൾ പഠിച്ചുകൊണ്ട്, ഒരുപാട് സലാത്തുകൾ അർപ്പിച്ചുകൊണ്ട്, അവിടുത്തെ പ്രകീർത്തനങ്ങൾ പാടി പറഞ്ഞുകൊണ്ട് ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ വരുമ്പോൾ ആ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹമൊന്നുകൂടി ഊട്ടിയുറപ്പിക്കാൻ, ആ സ്നേഹമൊന്നുകൂടി അധികരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്നതുപോലെ സഹാബത്തും താബിഈങ്ങളും ഇമാമിങ്ങളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചതുപോലെ, അവിടുത്തെ പാത പിൻപറ്റിയതുപോലെ നമ്മുടെ ജീവിതത്തിലും ആ പാത പിന്തുടർന്നുകൊണ്ട് മുത്തുനബിയുടെ യഥാർത്ഥ ആശിഖീങ്ങളാകാൻ, യഥാർത്ഥ മുഹബ്ബീങ്ങളാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ ശഫാഅത്തിൽ ലഭിക്കുന്നവരിൽ നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആ പരിശുദ്ധ റസൂലിനെ പറഞ്ഞത്, ആ പരിശുദ്ധ റസൂലിനെ കേട്ടതിന്റെയൊക്കെ മിസ്ലി സവാബിനെ നമ്മിൽ നിന്ന് മരണപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ, മറ്റു ബന്ധുമിത്രാദികൾ അവരുടെയൊക്കെ ഹളറത്തിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവരെയും നമ്മെയും നാളെ അവന്റെ സുഖലോക സ്വർഗത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ അല്ലാഹു ഒരുമിച്ച് കൂട്ടെ. ബിഹഖ്ഖിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.